തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സമ്പൂർണ്ണ വിജയം നേടുമെന്ന് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. നഷ്ടപ്പെട്ട കോൺഗ്രസ് മേധാവിത്വം തിരിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. പ്രത്യേകിച്ച് യു.ഡി.എഫിന് ഏറ്റവും അധികം വേരോട്ടമുള്ള ഈ മണ്ണിൽ വീണ്ടും ഒരു വിജയക്കുതിപ്പിന് യു.ഡി.എഫിന് കഴിയുമോ ഇല്ലയോ എന്ന് അറിയാൻ DCC പ്രസിഡന്റ് കൂടിയായ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാറേ, എങ്ങനെയാണ് ഈ ഇലക്ഷന് മൊത്തത്തിലുള്ള ഒരു വിചരണം, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത്. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ നടന്ന ഡിസംബർ 9 നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നമുക്ക് കഴിഞ്ഞ തവണ നമുക്ക് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഭൂരിഭാഗം പഞ്ചായത്തുകളെല്ലാം നഷ്ടപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ ഭൂരിഭാഗം ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം തന്നെ യു.ഡി.എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സമസ്ത മേഖലകളിലും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ജനങ്ങളെ നരകതുല്യമായ ജീവിതത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം മതമൈത്രിയുടെ പ്രതീകമായ ശബരിമല, ആ ശബരിമല ക്ഷേത്രത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി നിരീശ്വരവാദികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസാരഥ്യം വഹിച്ച 2 മുൻ പ്രസിഡന്റുമാർ, CPM-ന്റെ 2 മുൻ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. തീർച്ചയായും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവർക്കെതിരായി LDF ഗവൺമെന്റിനെതിരായി വിധിയെഴുതുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് സാറ് ഈ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രീതി അനുസരിച്ച് പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവരെ സഹോദരങ്ങളെ പോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അത് സാറിന് വലിയൊരു നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കാം. ഈ തെരഞ്ഞെടുപ്പിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഞാൻ 4 വർഷമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗം സീറ്റുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ CPM-ന്റെ കയ്യിലിരുന്ന പല വാർഡുകൾ ഉൾപ്പെടെ തിരിച്ചുപിടിക്കാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പ് ധരണം പഞ്ചായത്തും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഏഴംകുളം പഞ്ചായത്ത് ഉൾപ്പെടെ, നാരങ്ങാനം പഞ്ചായത്ത് ഉൾപ്പെടെ, മൈലപ്പുറം പഞ്ചായത്ത് ഉൾപ്പെടെയൊക്കെ ഉള്ള പഞ്ചായത്തുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയമാണ് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് കാത്തു സൂക്ഷിച്ചത്. കാരണം ആദ്യമായി മുസ്ലിം ലീഗ് അവർക്കൊരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു സീറ്റ് കൊടുത്തു, RSPക്ക് കോന്നിയിലെ ഒരു സീറ്റ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൊടുത്തു, ജേക്കബ് ഗ്രൂപ്പിന് റാന്നിയിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൊടുത്തു, CMBക്ക് തിരുവല്ല നഗരസഭയിൽ കൊടുത്തു, RSPക്ക് പിന്നെ ജോസഫ് ഗ്രൂപ്പുകാരെ 2 ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവരും ഐക്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവസാനമായിട്ട് സാറേ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത്. പത്തനംതിട്ട ജില്ല UDF പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. തീർച്ചയായും അടുത്ത് നടക്കുവാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ മത്സരം എന്നുള്ള നിലയിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ ജില്ലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ വളക്കൂറുള്ള ഒരു മണ്ണാണ് പത്തനംതിട്ട. തീർച്ചയായും ആ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പല വാർഡുകൾ, അസംബ്ലി മണ്ഡലം ഉൾപ്പെടെ തിരിച്ചു പിടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് 13-ാം തീയതി വോട്ട് പെട്ടി തുറക്കുമ്പോൾ UDF വീണ്ടും അധികാരത്തിൽ 5 മണ്ഡലങ്ങളിലും ജില്ലാ പഞ്ചായത്തും നഗരസഭയും ബ്ലോക്കും ഗ്രാമപഞ്ചായത്തും ഉൾപ്പെടെയുള്ളവയിൽ വൻപിച്ച് വിജയപ്രതീക്ഷയോടുകൂടിയാണ് DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ നമ്മളോടൊപ്പം ചേരുന്നത്.
കേരള വിഷൻ ന്യൂസിന് വേണ്ടി പ്രതിപങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.